നമ്മുടെ പെരുന്നാൾ ദിവസം എങ്ങനെ പോയെന്ന് കാണാം. അപ്പോൾ ഇതാ രാവിലെ എന്നെ കുളിച്ചൊരുങ്ങി ഇക്കായും മോനും കൂടെ പള്ളിയിലേക്ക് പോവുകയാണ്. വാപ്പിച്ച് കുറച്ച് നേരത്തെ പോകും, അതുകൊണ്ട് ആദ്യം തന്നെ പോകുന്നു. പിന്നെ ഇതാ ഇവർ പോവുകയാണ്. അപ്പം ഇന്ന് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞു. അതിൻ്റെ കൂടെ എനിക്കൊരു ബർത്ത്ഡേ വിഷും കൂടെ തന്നിട്ടാണ് പോകുന്നത് കേട്ടോ. പിന്നെ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പാലപ്പവും ബീഫ് കറി. അപ്പോൾ അത് റെഡിയാക്കി അങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ പോയിട്ട് വന്നതിന് ശേഷം കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ തന്നെ ബിരിയാണി പരിപാടിയൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. കാരണം അനിയത്തിയും ഫാമിലിയും പിന്നെ ഞങ്ങളും കൂടെ ഒക്കെ ഒരുമിച്ചാണ് ഇന്നത്തെ ഈദ്. അങ്ങനത്തെ നമ്മൾ ബിരിയാണിയൊക്കെ റെഡിയാക്കി ഇക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനെല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല അടിപൊളി ബിരിയാണി സെറ്റായി ദം ചെയ്തു കേട്ടോ. ഈ ദം ചെയ്യുന്ന പോർഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അത് ഞാൻ തന്നെ ചെയ്ത് അങ്ങനെ ദമ്മൊക്കെ ചെയ്ത് ബിരിയാണി കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ പൊട്ടിച്ചു. നമുക്ക് നമ്മുടെ നെയ്ബറിനൊക്കെ കൊടുക്കാമായിരുന്നു, അങ്ങനെ അത് കൊടുത്തു. പിന്നെ ഇതാണ് നമ്മുടെ അനീതിൻ്റെ മോന് സിദ്ധൂട്ടൻ. അങ്ങനെ അവരെല്ലാവരും കൂടെ മക്കളും അനീത്തിയും അവരെല്ലാം കൂടെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലാണ് ബിരിയാണി വെച്ചത്. അപ്പോൾ അത് കൊടുത്തു വിട്ടു. അതിനുശേഷം ഞങ്ങൾ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം ഞങ്ങളും കൂടെ അങ്ങോട്ട് പോയി എല്ലാവരും കൂടെ ആയിട്ട് നമ്മുടെ ബിരിയാണിയൊക്കെ കഴിച്ചു കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയുകയല്ല കേട്ടോ, കൊള്ളായിരുന്നു, സൂപ്പറായിരുന്നു. അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ സിദ്ധൂട്ടന് ഇന്ന് 6 മാസം, ഈ 4-ാം തീയതി 6 മാസം ആവുകയാണ് കേട്ടോ. അപ്പോൾ അവന് ഈ പെരുന്നാളിൻ്റെ അന്ന് തന്നെ നമ്മൾ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് അവന് കുറുക്കൊക്കെ കൊടുക്കണേ. അപ്പോൾ ഇതാണ് അനിയത്തിയുടെ ഹസ്ബൻഡ്. പിന്നെ ഇത് ഹസ്ബൻഡിൻ്റെ അനിയനും വൈഫാണ് അവിടെ ഇരുന്നത്. അപ്പോൾ ഇതാ എല്ലാവരും കൂടെ ഇരുന്ന് അവൻ ഇനി കുറുക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം പഞ്ഞപ്പുല്ലില്ലേ, റാഗി, അത് കേൾക്കാനും കുറച്ച് ലൈറ്റായിട്ട് കുറുക്കിയെടുത്ത് എന്നിട്ട് നമ്മുടെ സിദ്ധൂട്ടിന് കൊടുക്കുകയാണ് കേട്ടോ. അവൻ നല്ല വിശന്നിരിക്കുകയായിരുന്നേ, അതുകൊണ്ട് തന്നെ താന്ന് പറഞ്ഞ് മേടിച്ച് കുടിക്കുകയാണ്. ആദ്യത്തെ കുടിയൊക്കെ ഉള്ളൂ, പിന്നെ അവൻ തുപ്പിക്കളഞ്ഞു കേട്ടോ. അങ്ങനെ അവൻ്റെ കുറുക്ക് കുടിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഓർത്തു ഒന്ന് ബീച്ചിൽ പോകാൻ. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം ആലപ്പുഴ ബീച്ചാണ് പ്ലാൻ ചെയ്തിരുന്നെങ്കിലും നമ്മൾ ടൈം പോയതുകൊണ്ട് തന്നെ നമ്മൾ ഓർത്തു അടുത്തുള്ള ഏതെങ്കിലും ബീച്ചിൽ പോവാമെന്ന്. അങ്ങനെ നമ്മൾ മാരാരിക്കുളം ബീച്ചിലാണ് വന്നത്. പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇരുട്ടായി കേട്ടോ. എന്നാലും കുഴപ്പമില്ല, കുറച്ച് നേരം ബീച്ചിലൊക്കെ നിന്ന് എൻജോയ് ചെയ്തു. നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന വഴിക്ക്. പിന്നെ നമ്മളിതാ ബീച്ചിലൊക്കെ ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിച്ചു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഉമ്മച്ചിയുടെ അനിയത്തിയും ഹസ്ബൻഡും അതുപോലെ ആങ്ങളെയും വൈഫും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു. അവർ അങ്ങനെ താറ്റ വന്ന് അവരുടെ വഴിക്കും പോയി, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കും.